അമിത്ഷാ ബീഹാറിലെ ഹിൽസയിൽ വന്ന് പറഞ്ഞെന്താണ്? 2 വർഷത്തിനുള്ളിൽ സീതാദേവിയുടെ ക്ഷേത്രം, അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ച് അധികാരത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയും എന്ന അവരുടെ പഴയകാല ചിന്ത, അല്ലെങ്കിൽ വർഗീയ ചിന്ത, അല്ലെങ്കിൽ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്താം എന്ന് പറയുന്ന ചിന്ത അവരിടക്കിടക്ക് ഉപേക്ഷിക്കുമെങ്കിലും വീണ്ടും തേട്ടി വരും. തേജസ്വി യാദവ് അവിടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ്. ബീഹാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അത് തൊഴിലില്ലായ്മയാണ്. ബീഹാറിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ ഉദ്യോഗം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ഉദ്യോഗം എന്ന തേജസ്വി യാദവിൻ്റെ മുദ്രാവാക്യത്തിന് അവിടെ പ്രസക്തിയുണ്ട്. അവരുടെ പ്രശ്നം അവരുടെ നിത്യജീവിതമാണ്. ആ പ്രശ്നത്തിന് എന്ത് മറുപടിയാണ് NDAക്കുള്ളത്? അതിനനുസരിച്ച് NDA വോട്ട് ചെയ്യാം എന്ന നിലപാടാണ് അവിടുത്തെ ജനങ്ങൾ എടുക്കുന്നത്. നാഷണൽ മീഡിയകളെല്ലാം തന്നെ പറയുന്നത് NDA ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. NDA അധികാരത്തിൽ വന്നില്ലെന്നുള്ള പ്രശ്നം എന്താണ്? ഒന്ന്, കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന BJP സർക്കാർ തൃശങ്കുലമാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നായിഡുവിൻ്റെയും മറ്റൊന്ന് നിതീഷിൻ്റെയും സപ്പോർട്ടിലാണ് കേന്ദ്രത്തിലെ NDA സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ നിലനിൽക്കുന്നത്. ബീഹാറിലേക്കും തോറ്റാൽ അത് ഈ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ശക്തിയെ ഒന്ന് പിടിച്ചുലക്കും, അതൊന്ന് ഇളകും, അത് ദുർബലമായി തീരും. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മുടെ വാതിലിൽ വന്ന് മുട്ടി നിൽക്കുകയാണ്. ഇനി 3 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ബീഹാർ ഞെട്ടിക്കും എന്നാണ് പൊതുവെ അടിയൊഴുക്കുകൾ വിളിച്ചു പറയുന്നത്. എല്ലാ മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ സർവേ നടത്തുകയും ആ സർവേ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ മീഡിയ പൊതുവെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ട് അനുസരിച്ച് അധികാരത്തിലേക്ക് എത്തുന്നത് NDA തന്നെ. NDAക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്ന സർവേയാണ് നമ്മൾ കണ്ടത്, നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ സർവേ പറയുന്നത് അത് തേജസ്വി യാദവ് ആണ് എന്ന്. NDA അധികാരത്തിലെത്തുകയും തേജസ്വി യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുക എന്ന പരസ്പര വിരുദ്ധമായ ഒരു റിസൾട്ട് ആ സർവേയിലുണ്ട് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ബീഹാറിലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വ്യത്യസ്ത സ്വഭാവത്തെ പ്രകടമാക്കുന്ന ഒന്നാണ്. ഒരേ സർവേയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് തേജസ്വി യാദവാണ്. കാരണം ബീഹാറിലെ യൂത്തിൻ്റെ ഹീറോ ആരാണ് എന്ന് ചോദിച്ചാൽ അത് തേജസ്വി യാദവ് തന്നെയാണ് എന്നാണ് ആ സർവേ പോലും വ്യക്തമാക്കുന്നത്. പക്ഷേ ആ സർവേ പറയുന്നത് 40% വോട്ട് NDA നേടും, 35% മാത്രം വോട്ടുകളായിരിക്കും മഹാസഖ്യത്തിന് കിട്ടുക എന്നാണ് പറയുന്നത്. ഏതാണ്ട് 9% വോട്ടെന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ നയിക്കുന്നതായ പുതിയ പാർട്ടിക്കുണ്ട്. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിര പ്രശാന്ത് കിഷോറാണെന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന അട്ടിമറി? നമ്മൾ കഴിഞ്ഞ നമ്മളുടെ അതിൻ്റെ വിലയിരുത്തൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു BJP അല്ലെങ്കിൽ NDA സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു ആവേശമായി മാറിയ സമയത്ത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു തരംഗം യഥാർത്ഥത്തിൽ ബീഹാറിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്ന പോലെ ബീഹാറിലും ഒരു താരപ്രചാരകൻ എന്ന നിലയ്ക്ക് BJPക്ക് ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ മോദി മാത്രമാണ്. എല്ലാ സ്ഥലത്തും മോദിയാണ് അവതരിപ്പിക്കാനായിട്ട്. മോദി എന്ന് പറയുന്നതാണ് ഒരു മാന്ത്രിക ശബ്ദം എന്ന് പറയും. അതുകൊണ്ട് മോദി തന്നെയാണ് ബീഹാറിലും തിരഞ്ഞെടുപ്പിനെ നയിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്നത്. പക്ഷേ മഹാസഖ്യത്തിലാണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് 2 നേതാക്കൾക്ക് ആൾക്കൂട്ടത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് തേജസ്വി യാദവ്. ഈ 2 പേരും 2 രീതിയിലാണ് ആ തെരഞ്ഞെടുപ്പിന് സമീപിക്കണം നമുക്കറിയാം. രാഹുൽ ഗാന്ധി പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയത്തിലും കേന്ദ്രീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ BJP നടത്തുന്ന രാഷ്ട്രീയ അട്ടിമറികൾ, അതേപോലെ തന്നെ വോട്ട് തട്ടിപ്പ്, വോട്ട് മോഷണം തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് അദ്ദേഹം അതിശക്തമായിട്ട് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് വോട്ട് മോഷ്ടാവേ നിങ്ങൾക്ക് കസേരയില്ല എന്നതായിരുന്നു. ഇത് രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയത്ത് തേജസ്വി യാദവ് അവിടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ്. ബീഹാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അത് തൊഴിലില്ലായ്മയാണ്.
ബീഹാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അതുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് ബഹുഭൂരിപക്ഷ ആളുകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നത്. ആ പണം ബീഹാറിൽ എത്തിയില്ലെങ്കിൽ ബീഹാർ പട്ടിണിയിലാണ് എന്നുള്ളതാണ് ബീഹാറിൻ്റെ വിഷയം. രണ്ടാമത്തെ വിഷയം, ബീഹാറിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ ഉദ്യോഗം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ഉദ്യോഗം എന്ന തേജസ്വി യാദവിൻ്റെ മുദ്രാവാക്യത്തിനവിടെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ തൊഴിലില്ലായ്മയും അതേപോലെ തന്നെ സർക്കാർ ഉദ്യോഗവും ഈ തിരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത്. NDA പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറിന് വലിയ വികസനം കൊണ്ടുവന്നാണ്. ആ വികസനം നമുക്ക് കാണാൻ പറ്റുന്നത് റോഡുകളിൽ മാത്രമാണ്. അവരുടെ വീടുകളിലേക്ക് ആ വികസനം ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് വികസനത്തിൻ്റെ സോഷ്യലിസ്റ്റ് മുഖം എന്ന് വിശേഷിപ്പിക്കുന്ന നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പര്യടനമാണ് മോദി തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് പ്രചരണത്തിന് വെച്ചത് ബീഹാറിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മോദി സംസാരിക്കുന്നില്ല. കാരണം അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളതേ കാര്യമല്ല എന്നതായി മാറിക്കഴിഞ്ഞു. അവരുടെ പ്രശ്നം അവരുടെ നിത്യജീവിതമാണ്. ആ പ്രശ്നത്തിന് എന്ത് മറുപടിയാണ് NDAക്കുള്ളത്, അതിനനുസരിച്ച് NDA വോട്ട് ചെയ്യാം എന്ന നിലപാടാണ് അവിടുത്തെ ജനങ്ങൾ എടുക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സർവേകളിൽ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഈ സർക്കാർ മാറണം, പുതിയ സർക്കാർ വേണം. 20 വർഷക്കാലമായിട്ട് നിതീഷ് കുമാറാണ് ഇവിടെ മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി നിതീഷ് കുമാർ വേണ്ട എന്നുള്ള. അതുകൊണ്ട് BJP അനുകൂലമായ കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയകളും പ്രൊജക്റ്റ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്, NDA ജയിക്കും, നിതീഷ് കുമാർ ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്നുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവരുടെ തെരഞ്ഞെടുപ്പ് റാലിയിലും അതുപോലെ അവരുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള പത്രികയും അതിൻ്റെ പ്രസിദ്ധീകരണ സമയത്ത് വെറുതെ തല കാണിക്കുക മാത്രമാണ് നിതീഷ് കുമാർ ചെയ്തത്. കാരണം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാനായിട്ടൊരു ഉറപ്പും BJPയുടെ ഉൾത്തളങ്ങളിൽ ഇല്ല. നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി എന്നാണ്. ചിരാഗ് പാസ്വാൻ നേരത്തെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ ഒരു തർക്കം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പുറത്തും പലതരം തർക്കങ്ങളുണ്ട്, പരസ്പര മത്സരങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതെല്ലാം മാറി ഇന്ത്യ സഖ്യം അവരുടെ മുഖ്യമന്ത്രിയായിട്ട് തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പ് മാറ്റങ്ങളെന്ന് പറയുന്നത് വ്യക്തമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ ബീഹാർ തീർച്ചയായിട്ടും NDAയുടെ ഒരു വാട്ടർലോ ആയിട്ട് മാറും. ബീഹാർ ഇന്ത്യയുടെ വാട്ടർലോ ആയിട്ട് മാറും എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഈ തെരഞ്ഞെടുപ്പ് സർവേ എന്ന് പറയുന്നത് നെക്ക് ആൻഡ് നെക്ക് മത്സരം എന്ന് പറയുകയാണ്. നെക്ക് ആൻഡ് നെക്ക് മത്സരം എന്ന് പറയുമ്പോൾ തന്നെ അത് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ പരാജയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരൊരു വള്ളപ്പാട് അകലെയൊന്നും വിജയത്തിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല എന്ന നിലക്ക് തന്നെയാണ് ഈ സർവേ തന്നെ പറയുന്നത്. ടൈംസ് നൗ എന്ന് പറഞ്ഞ BJP ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ സർവേയാണ്. മാത്രമല്ല കേട്ടോ, നാഷണൽ മീഡിയകളെല്ലാം തന്നെ പറയുന്നത് NDA ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. NDA അധികാരത്തിൽ വന്നില്ലെന്നുള്ള പ്രശ്നം എന്താണ്? കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന BJP സർക്കാർ തൃശങ്കുലമാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം രണ്ടുപേരുടെ, നായിഡുവിൻ്റെയും മറ്റൊന്ന് നിതീഷിൻ്റെയും സപ്പോർട്ടിലാണ് കേന്ദ്രത്തിലെ NDA സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ നിലനിൽക്കുന്നത്. ബീഹാറിലെങ്കിലും തോറ്റാൽ അത് ഈ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ശക്തിയെ ഒന്ന് പിടിച്ചുലക്കും, അതൊന്ന് ഇളകും, അത് ദുർബലമായി തീരും. മോദി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ കുതിപ്പ് മാറുകയും പതുക്കെ കിതപ്പുണ്ടാവാൻ തുടങ്ങുകയും ചെയ്യും. ഇത് വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കാം. അതുകൊണ്ട് ചെറിയ തോതിലല്ല നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കേണ്ടത്. വളരെ ഗൗരവമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് അത് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് നാഷണൽ മീഡിയയും അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന സർവേയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം ബീഹാറിൽ നിന്നുണ്ടാവും എന്ന് നമ്മളൊരു നിഗമനത്തിലെത്തിച്ചത്? ഇവരെല്ലാം പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. നമ്മൾ ബീഹാറിൽ പോയി നേരിട്ട് പഠനം നടത്തുകയല്ല. പക്ഷേ ബീഹാറിൽ അവിടെ പ്രവർത്തിക്കുന്ന CPI-MLൻ്റെ വളരെ സജീവമായിട്ടുള്ള ചില പ്രവർത്തകരുമായിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPI-ML സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വളരെ കൂടുതൽ സീറ്റ്, 20 സീറ്റിലാണ് ഇപ്പോൾ അവർ മത്സരിക്കുന്നത്, ഏതാണ്ട് 20 സീറ്റും ജയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്.
അത്ര അച്ചടക്കത്തോടും ചിട്ടയായിട്ടും അവർക്ക് ആ പ്രവർത്തനം നടത്താനായിട്ട് കഴിയും. CPIക്കോ CPMനോ എന്നാൽ അത്ര നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒന്ന് CPI മത്സരിക്കുന്നിടത്ത് കോൺഗ്രസ്സൊക്കെ മത്സരിക്കുന്നുണ്ട്. പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിച്ച് അത് കൂടുതൽ കുഴപ്പത്തിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. CPMന് അത്ര കുഴപ്പമില്ല, എങ്കിലും CPM മത്സരിക്കുന്ന സീറ്റിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് CPIയിൽ നിന്നും CPIയിൽ നമ്മൾ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ CPI-MLൻ്റെ സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടാനുള്ള സാധ്യത അവർ പറയുന്നത്, അവരുടെ ആത്മവിശ്വാസം വെച്ച് പറയുന്നത് 20 സീറ്റും തന്നെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് പറയും. അതൊരു ട്രെൻഡ് സെറ്ററാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രശാന്ത് കിഷോർ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിശകലനം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. കാരണം പ്രശാന്ത് കിഷോർ ഈ ബീഹാറിലെ ചെറുപ്പക്കാരെ മുഴുവനും അതിശക്തമായിട്ടുള്ള രീതിയിൽ സ്വാധീനിച്ചു കഴിഞ്ഞു. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം കൂടുതലായിട്ട് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് എന്നുള്ളതാണ്. നഗരത്തിലെ കൂടുതൽ വിദ്യാഭ്യാസമുള്ള തൊഴിലില്ലാത്തതായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഈ സർക്കാർ മാറണം എന്നാണ്. അവരൊക്കെ നേരത്തെ NDA വോട്ട് ചെയ്തിരുന്ന ചെറുപ്പക്കാരാണ്. അവർ പക്ഷേ തേജസ്വി യാദവിനല്ല വോട്ട് ചെയ്യാൻ പോകുന്നത്, അവർ പ്രശാന്ത് കിഷോറിനാണ് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതാണ്ട് 8% വോട്ടുകൾ പ്രശാന്ത് കിഷോർ പിടിച്ചെടുക്കും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ NDA സംബന്ധിച്ചിടത്തോളം വോട്ട് കട്ടറായിട്ട് പ്രശാന്ത് കിഷോർ മാറുന്നു എന്നുള്ളതാണ്. അത് ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് രീതികളെ മൊത്തം അട്ടിമറിക്കുന്ന ഒരു സംവിധാനമായി മാറുകയാണ് ചെയ്യുന്നത്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളത് ശരിയാണ്. അവിടെ തീർച്ചയായിട്ടും NDAക്ക് തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഈ യുവാക്കളുടെ ഒരു ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞത്. അവർ തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റം വേണമെന്ന് പറയുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ടുള്ള ശേഷികൾ പ്രശാന്ത് കിഷോറിനാണ്. അപ്പോൾ പ്രശാന്ത് കിഷോർ ചിലപ്പോൾ അധികം സീറ്റിലൊന്നും ജയിക്കണം എന്നില്ല. ഇവരുടെ സർവ്വ പറയുന്നതനുസരിച്ച് തന്നെ 2-3 സീറ്റ് ആണ് പ്രശാന്ത് കിഷോർ നേടാൻ സാധ്യതയുള്ളൂ. പക്ഷേ 9% വോട്ട് വരെ പ്രശാന്ത് കിഷോർ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകളിൽ കൂടുതൽ NDAക്ക് ലഭിക്കുന്നതായിട്ടുള്ള വോട്ടുകളാണ് എങ്കിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഫാക്ടർ ഇവിടുത്തെ വോട്ട് കട്ടറായിട്ട് മാറും, NDAയുടെ വോട്ട് കട്ടറായിട്ട് മാറും. അത് NDAക്ക് വലിയ തരത്തിൽ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അങ്ങനെ വന്നാൽ തേജസ്വി യാദവ് അവിടെ സർക്കാർ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. NDAയുടെ ഒരു വാട്ടർലൂ ആയിട്ട് അത് മാറത്തില്ല. 2 കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. ഒന്ന്, BJP വിചാരിക്കുന്ന തരത്തിൽ BJPയുടെ പ്രചാരണ തന്ത്രം വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അമിത്ഷാ ബീഹാറിലെ ഹിൽസയിൽ വന്ന് പറഞ്ഞെന്താണ്, 2 വർഷത്തിനുള്ളിൽ സീതാദേവിയുടെ ക്ഷേത്രം ബീഹാറിൽ എന്നാണ്. അയോധ്യയിൽ രാമൻ്റെ ക്ഷേത്രം, ബീഹാറിൽ സീതാദേവിയുടെ ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ച് അധികാരത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയും എന്ന് അവരുടെ പഴയകാല ചിന്ത, അല്ലെങ്കിൽ വർഗീയ ചിന്ത, അല്ലെങ്കിൽ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്താം എന്ന് പറയുന്ന ചിന്ത അവരിടക്കിടക്ക് ഉപേക്ഷിക്കുമെങ്കിലും വീണ്ടും തേട്ടി വരും. ഇവിടെ സീതാദേവിയെ കൊണ്ട് ബീഹാറിൽ അധികാരം പിടിക്കാൻ പറ്റും എന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം അവർ ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ 750-850 കോടി രൂപ ചെലവിലെ ഒരു മഹാക്ഷേത്രം സീതാദേവിയുടെ ഓർമ്മക്കായിട്ട് അവിടെ പണിയും എന്നാണ് പറയുന്നത്. ഇത് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ബീഹാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീറുന്ന ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ മരുന്നൊഴിക്കുന്ന ഒരു പ്രക്രിയ പോലെയായിട്ടാണ് ഈ സീതാദേവി ക്ഷേത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് ഭയത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രഖ്യാപനമാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നൊരു കാര്യമാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തതെന്ന് ചോദിച്ചാലും അതും കൊണ്ടൊന്നും ഈ ബീഹാർ നേടാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു ഭയം തന്നെയാണ് അവരിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.